Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭയിൽ മോദി സർക്കാരിനെതിരെ അപ്രതീക്ഷിത ആക്രമണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുൻ കരസേന മേധാവി ജനറൽ എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പ് വായിച്ചായിരുന്നു രാഹുലിന്റെ പ്രകോപനം. പ്രതിരോധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജിജുവും അടക്കമുള്ളവർ രംഗത്തു വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. ചോദ്യം ഇതാണ്: നരവനയിൽ നയതന്ത്രമോ? നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പിയാസുൽ ആൻഡ് ഗുഡ് ഈവനിങ്. ജിമ്മി, ജനറൽ മനോജ് മുകുന്ദ് നരവനെ 2019 മുതൽ 2022 വരെ ഗാൽവൻ മേഖലയിൽ ഇന്ത്യ ചൈന സംഘർഷമുണ്ടാകുമ്പോൾ കരസേന മേധാവിയായിരുന്നു. അന്ന് ബിപിൻ റാവത്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി. ഈ സമയത്തെ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇനിയും പ്രസിദ്ധീകരിക്കാത്ത 4 Stars of Destiny എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നു. ആ പുസ്തകത്തിലെ ഒരു ഭാഗം കാരവൻ മാഗസിൻ ഫെബ്രുവരി 1 ലക്കം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും പുറത്തു വരാത്ത ആ പുസ്തകത്തിലെ ഭാഗം ഉദ്ധരിക്കാനാണ് ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിച്ചത് തേജസ്വി സൂര്യയാണ്. താനും കോൺഗ്രസിൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് എന്നാൽ എനിക്കിത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രസംഗം തുടങ്ങുന്നത്. പക്ഷേ ഉടനീളം ഇന്ന് സഭ തടസ്സപ്പെട്ടത് അത് വായിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കുക എന്നതിലായിരുന്നു. നരവനയിൽ നയതന്ത്രമോ? നയതന്ത്രമല്ല, വെപ്രാളമായിരുന്നു നമ്മളിത് കണ്ടത്. രാജ്യത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഡിഫൻസ് കരസേനയുടെയും വ്യോമസേനയുടെയും നേവിയുടെയും ഒക്കെ തലവനായിട്ട് ആക്കാവുന്ന ബിപിൻ റാവത്ത്, അതുപോലെ തന്നെ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, എല്ലാവരും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അവരെല്ലാവരും കൂടെ ഒരു കരസേനാ മേധാവിയെ ഒറ്റയ്ക്കിട്ട് കടന്നു കളഞ്ഞതിൻ്റെ ഒരു കഥയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത്. ഒരു രാജ്യത്തിൻ്റെ കരസേനാ മേധാവി പറയുകയാണ്, എന്നെ തീരുമാനമെടുക്കാൻ അവർ വിട്ടിട്ട് അവരങ്ങ് കടന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സ്വാഭാവികമായും പ്രകോപനം ഉണ്ടാകും. എന്താ സംഭവം? 2020 ചൈന ബോർഡറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന സംഘർഷത്തെക്കുറിച്ച്, എന്താണ് നടന്നതെന്നതിനെക്കുറിച്ച് ഒരുപാട് കഥകളും ഉപകഥകളും കെട്ടുകഥകളുമൊക്കെ ചേർന്ന് അതെന്താണ് നടന്നതിനെക്കുറിച്ചുള്ള അവ്യക്തമായൊരു ചിത്രം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ കയ്യിൽ ഔദ്യോഗികമായ ഒരൊറ്റ വേർഷനാണുള്ളത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വർഷം 2020 ജൂണിൽ പറഞ്ഞ വരിയാണ്. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമിയിൽ പോലും ആരും കടന്നിട്ടില്ല, ഇന്ത്യയുടെ ഒരു പോസ്റ്റ് പോലും ആരും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. പക്ഷേ ആ സമയത്തെ ഇന്ത്യയുടെ കരസേനാ മേധാവി പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം 2024 പ്രസിദ്ധീകരിക്കപ്പെടേണ്ടത് ഇതുവരെ അനുമതി കിട്ടാതെ അകത്ത് കിടക്കുന്നത്. പക്ഷേ പല കാലത്ത് പല രീതിയിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആധികാരികമാകുന്നതെന്ന് ചോദിച്ചാൽ, അത് ആധികാരികമാകുന്നത് അത് എഴുതിയ ശ്രീ നരവനെ, നരവനെ അത് നിഷേധിച്ചിട്ടില്ല, അതാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മുഖവിലക്കെടുത്താൽ ആ സംഭവം കൂടി കേൾക്കണം. അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഇന്ത്യ ചൈന ബോർഡറിൽ വലിയ അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈലാഷ് സെക്ടറിൽ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കടന്നു കയറി ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സമയം, ഓഗസ്റ്റ് മാസം 30 രാത്രി 8:15 കരസേനാ മേധാവിക്ക് ആ മേഖലയിൽ നിന്ന് ഫോൺ വരികയാണ്. ചൈനീസ് പട്ടാളം, ഇന്ന് രാഹുൽ ഗാന്ധി പറയാൻ തുടങ്ങിയത് അതാണ്, ടാങ്കുകളുമായി കയറി വരുന്നു, എന്ത് ചെയ്യണം? 8:15 നേരെ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്തിനെ വിളിക്കുന്നു. തീരുമാനം പറയാം. വീണ്ടും വിളി വരുന്നു. 1 കിലോമീറ്റർ ദൂരെ ചൈനീസ് പട്ടാളത്തിൻ്റെ അവരുടെ ടാങ്കുകൾ എത്തിയിരിക്കുകയാണ്, എന്ത് ചെയ്യണം? വരുന്നില്ല. 9:30 വീണ്ടും വിളിക്കുന്നു. 10 മണി വീണ്ടും വിളിക്കുന്നു. അവസാനം 10:30 രാജ്നാഥ് സിംഗിൻ്റെ കോൾ തിരിച്ചു വരികയാണ്. ഞാൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു, താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം എന്ന മറുപടി കിട്ടി. തരിച്ചിരുന്നു പോയി ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്തെ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ സപ്ലൈസ് എവിടെ വരെയാവും, ഈ ഒരു യുദ്ധം തുടങ്ങിയാൽ, തിരിച്ചങ്ങോട്ട് ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും, രാജ്യത്തിൻ്റെ സുരക്ഷ, ഇനി അങ്ങോട്ടുള്ള മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയം, ഇതെല്ലാം ഒരു കരസേനാ മേധാവിക്ക് തീരുമാനിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ ഞെട്ടണം. ഈ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വരികളാണ്. അവസാനം അദ്ദേഹം തീരുമാനമെടുത്തത് തിരിച്ച് ടാങ്കുകളുമായി തിരിച്ച് ആക്രമിക്കേണ്ട, വെടിവെക്കേണ്ട, നമ്മുടെ ടാങ്കുകൾ മുമ്പോട്ട് പോകട്ടെ, എന്നിട്ട് ആ ചൈനീസ് ടാങ്കുകളുടെ വരവ് തടയട്ടെ. അങ്ങനെ തടഞ്ഞു. ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ ശക്തി കൊണ്ട് ചൈനീസ് പട്ടാളം തിരിച്ചുപോയി. ഇതാണ് സംഭവം. ഇതാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് ഇന്ന് പാർലമെൻറ്റിൽ. ഇത് കേട്ടാൽ രാജ്നാഥ് സിംഗിന് എന്ത് മറുപടി പറയാൻ പറ്റും?
കരസേനാ മേധാവിയാണ് പറയുന്നത്. ഇന്ത്യയുടെ കരസേനാ മേധാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ വരികളാണ്. എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഞാനീ പറഞ്ഞ ഡേറ്റ് ഓഗസ്റ്റ് 30, തീയതി ഓർത്ത് വയ്ക്കുക. ഗൽവാൻ വാലി എന്ന് പറയുന്ന ചൈനയുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശത്ത് ഇന്ത്യൻ പട്ടാളവും ചൈനീസ് പട്ടാളവും തമ്മിൽ അടിയാണ്, വെടിവെപ്പല്ല, അടി ഉണ്ടാകുന്നത് 18-19 തീയതികളിലാണ്, മെയ് മാസം. അന്ന് സംഭവിച്ചത്, മെയ് മാസം തുടക്കത്തിൽ ചൈനീസ് സൈന്യം മുമ്പോട്ട് വരുന്നു. ഗൽവാൻ വാലിയിലെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ, പാങ്കോങ് തടാകത്തിൻ്റെ ഒരു വശത്ത് അവർ ക്യാമ്പ് അടിക്കുന്നു. വലിയ പ്രശ്നമാവുന്നു. ചർച്ച നടത്തി അത് മെയ് മാസത്തിലെ 2ാമത്തെ ആഴ്ചയാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ചർച്ച കഴിഞ്ഞത് വളരെ നാടകീയമാണ് ഈ സംഭവങ്ങൾ. 2ാമത്തെ ആഴ്ചയിൽ ചർച്ച നടക്കുന്നു. രാത്രിയാകുമ്പോൾ സൈന്യം പറയുന്നു, എന്തായാലും ചർച്ച നമുക്ക് നാളെയും തുടരണമല്ലോ, തിരിച്ചു പോകാൻ പറ്റില്ല, രാത്രിയായിപ്പോയി, ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പിരിയുന്നു. പക്ഷേ അന്ന് രാത്രി ടെൻറ്റുകളോട് അടിക്കപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചൈനീസ് പട്ടാളം ആ സ്ഥലത്ത് ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. പിന്മാറാൻ പറയുന്നു, പിന്മാറുന്നില്ല. വീണ്ടും ആവശ്യപ്പെടുന്നു, ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ അവസാനം പറയുന്നു, സാധ്യമല്ല. അങ്ങനെ ഇന്ത്യൻ സൈന്യം ഇവരെ ഒഴിപ്പിക്കാനായി ഒരു നീക്കം പ്ലാൻ ചെയ്യുക. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ സന്തോഷ് ബാബു ബീഹാർ റെജിമെൻറ്റ്, 16ാം ബീഹാർ റെജിമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോവുകയാണ്. ഇവർ തമ്മിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിലാണ് ഇന്ത്യയുടെ 20 സൈനികർ വീരചരമം പ്രാപിക്കുന്നത്. കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്ര, സൈന്യത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് യുദ്ധമുഖത്ത് കിട്ടുന്നത്. ആ ബഹുമതിക്ക് അദ്ദേഹം അർഹനാവുന്നു. 10 ഇന്ത്യൻ പട്ടാളക്കാരെയെങ്കിലും ചൈനീസ് പട്ടാളം പിടികൂടുന്നു, അവരെ മർദ്ദിക്കുന്നു. ഇതെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് കാരവൻ മാസിക പറയുന്നത്. അങ്ങനെ വളരെ വലിയ പ്രശ്നമുണ്ടായതിന് ശേഷം ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾ നീണ്ടു പോകുന്നു. ആ സമയത്താണ് ഞാൻ നേരത്തെ വിശദീകരിച്ച ഓഗസ്റ്റ് 30 സംഭവത്തിന് കാരണമായ കൈലാസ് മേഖലയിൽ ഇന്ത്യൻ സൈന്യം സ്ട്രാറ്റജിക്കലി കയറുന്നത്. അവസാനം ഈ ചർച്ചകൾ മുഴുവൻ അവസാനിക്കുന്നത് തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോഴുള്ള തർക്ക മേഖലയിൽ നിന്ന് 2 പേരും പിന്മാറാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു കുഴപ്പം പറ്റിയത്, ഇന്ത്യൻ സൈന്യം പെട്രോൾ ചെയ്തിരുന്ന ഈ ഗൽവാൻ വാലിയിലെ ഈ തടാകക്കര ഇന്ത്യയുടെ കയ്യിലായിരുന്നു. അവിടെ നിന്ന് പിന്മാറാനാണ് തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറുന്നു. ചൈനീസ് പട്ടാളം കടന്നു കയറിയതാണ്, അവിടുന്ന് അവരും പിന്മാറുന്നു. നഷ്ടം നമുക്കാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നതായി കാരവൻ മാസിക പറയുന്നത്. ഇത്രയും തന്ത്രപരമായ പാളിച്ച നമുക്ക് സംഭവിച്ചുവെന്ന് ഒരു സൈനിക മേധാവി പറയുകയാണ്. പക്ഷേ ആ പുസ്തകം ഒരു തരത്തിലും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇന്ത്യ എന്തുകൊണ്ട് കരുതിയിരിക്കണമെന്നും ആദ്യമായി ചൈനയെ കായികമായി ആക്രമിക്കാനും ഈ ഗൽവാൻ വാലിയിലെ അടിക്ക് നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൈലാസ് സെക്ടറിൽ നമ്മൾ തിരിച്ചടി കൊടുത്തെന്നൊക്കെ പറയുന്ന പുസ്തകമാണ്. പക്ഷേ അതിൻ്റെ വരികൾക്കിടയോടെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓഗസ്റ്റ് 30 ഒരു സൈനിക മേധാവിയോട് നിങ്ങൾ തീരുമാനിച്ചോളൂ, ചൈനയുമായിട്ടുള്ള യുദ്ധമാണ് പറയുന്നത്. 1962 ചൈനീസ് യുദ്ധത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും ചൈനയുമായി ഇന്ത്യ വെടിവെപ്പിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗൽവാൻ വാലിയിലെ അടി എന്ന് പറഞ്ഞത്. അത് കല്ലുകൊണ്ടും വടികൊണ്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാണ് അവിടെ ഇന്ത്യയുടെ 20 പട്ടാളക്കാർ മരിച്ചത്. അപ്പുറത്ത് 4 പേരെ മരിച്ചുള്ളൂ എന്നാണ് ചൈനീസ് സൈന്യം അവകാശപ്പെടുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ മരിച്ചെന്നും ഇന്ത്യൻ സൈനികരെ തടവുകാരായി ചൈനീസ് പട്ടാളം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ നദിയിൽ നിന്ന് ചൈനീസ് പട്ടാളക്കാരുടെ ഓരോരുത്തരുടെ ശവശരീരം കോരിയെടുക്കുമ്പോഴും ഇന്ത്യൻ സൈനികരെ ഇവർ മർദ്ദിച്ചെന്നും 3 ദിവസം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ 10 പേർ, അതിൽ 4 ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാം ചൈനീസ് പട്ടാളത്തിൻ്റെ കയ്യിലായിരുന്നെന്നുമാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നതായി കാരവൻ റിപ്പോർട്ട് ചെയ്തത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാ കാലത്തും ഇന്ത്യ എന്തോ ഭയങ്കര സംഭവം, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തോറ്റുക മാത്രമായിരുന്നു ചൈനയുമായി ഇന്ത്യക്ക് സംഭവിച്ചതെന്ന് പറയുകയും ഒരു തുണ്ട് ഭൂമി പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല, ആ വാദത്തിനൊരു പ്രശ്നമുണ്ട് എന്ന് പറയാനാണ് ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ഈ സംഭവം സഭയ്ക്കകത്തൊരു വിഷയം ഉന്നയിക്കാമോ ഇല്ലയോ എന്ന സാങ്കേതികത്തിൽ തട്ടിയല്ല പറയേണ്ടത്. ഇങ്ങനൊരു പുസ്തകം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നും നിങ്ങളതിന് അനുമതി കൊടുക്കുന്നില്ല എന്നുള്ളതും പറയണ്ടേ. അല്ലെങ്കിൽ ഈ പറയുന്നത് ശരിയല്ല. കാരണം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പ്രഖ്യാപിച്ച 2024 അതിനുശേഷം PTI ഇതിൻ്റെ ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു ആ വർഷം തന്നെ. ഇപ്പോൾ 2026 2029 ഫെബ്രുവരിയിൽ കാരവൻ്റെ പൊളിറ്റിക്കൽ എഡിറ്റർ ഈ ലേഖനം നരവനയുടെ ഈ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ അത് ഫെബ്രുവരി 1 2026. അങ്ങനെ 2 സമയത്തായി ഈ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. പൊതുമണ്ഡലത്തിൽ ഇത് ചർച്ചയാണ്. ഇതെവിടെയെങ്കിലും പറയണ്ടേ? ഇന്ന് രാഷ്ട്രപതിയുടെ പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ അന്തർദേശീയ വിഷയമടക്കം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാനുള്ള അർഹത പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിനില്ലേ? ഇനി പാർലമെൻറ്റിൽ
ഒരു പ്രത്യേക സെക്ഷൻ ഒരു നിയമത്തിൻ്റെ ഒരു ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്നത് ഒരു കാരണവശാലും പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ പാർലമെൻറ്റിൽ CBI റിപ്പോർട്ട് അടക്കം പലതരം രേഖകൾ ഇതിനു മുമ്പ് ടേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ പോട്ടെ, പാർലമെൻറ്റിൽ ഒരു കാരണവശാലും പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കരുത്. പാർലമെൻറ്റിൻ്റെ നിയമമാണ്. അതുകൊണ്ട് വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും വലുത്. BJP-കാർ ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് മാത്രമല്ല, ഡോക്യുമെൻറ്റുകൾ അത് ഞാനതിൻ്റെ ഓതൻറ്റിസിറ്റി വൗച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ രേഖകൾ ഉന്നയിക്കാമെന്നാണ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പഴയ പാർലമെൻറ്റിലെ ഉദ്യോഗസ്ഥരും മറ്റും പറഞ്ഞ് ഞാൻ പലരോട് സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് വിഷയമാണ് പ്രധാനം, നടപടിക്രമങ്ങളല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പാർലമെൻറ്റിൽ പറയണ്ട, ഇപ്പോൾ എന്തായാലും എല്ലാവരും ചർച്ച ചെയ്തല്ലോ, ഇനി ബഹളം ഉണ്ടായപ്പോൾ നന്നായി, എല്ലാവരും പുസ്തകം വായിക്കുന്നുണ്ട്, കാരവൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ നല്ലപോലെ കൂടിക്കാണും, ഇല്ല ഇനിയും ആളുകൾ വായിക്കും. അപ്പോൾ വിഷയം പുറത്തായി. ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പ്രതികരിക്കുമോ? ഇന്ത്യയുടെ കരസേനാ മേധാവി അദ്ദേഹം എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്ന 2020-നെക്കുറിച്ചുള്ള ചില്ലിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ആ പുസ്തകം തെറ്റാണെന്ന് പറയാൻ തയ്യാറാകുമോ? 4 Stars of Destiny എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാകുമോ? ഇനി അതല്ലെങ്കിൽ ഈ പുസ്തകം എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്തത്? പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ കരസേനാ മേധാവി പറയുന്നത് തെറ്റാണെന്ന് പറയണം, ആ പുസ്തകത്തിന് അവതരണാനുമതി നിഷേധിക്കണം, അതോടെ വിഷയം കഴിയും. അത് തെറ്റാണെന്ന് പറയണം. ഇത് ഒരു തരത്തിലും അവതരണം നിഷേധിച്ചിട്ടില്ല. ആ പുസ്തകം കോൾ ഫ്രീസറിലാണ്. അതേസമയം ഇതേ വിഷയത്തെക്കുറിച്ച് ഈ ഗൽവാൻ വാലിയിലെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകം നമുക്ക് അവൈലബിൾ ആണ്. അതാണ് അതിൻ്റെ തമാശ. ആ പുസ്തകം ആ സമയത്ത് YK ജോഷി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം ഹൂ ഡയസ് വിൻസ് എ സോൾജിയേഴ്സ് മെമ്മോ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതും ഇതേക്കുറിച്ച് തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന കൈലാസ് സെക്ടറിൽ കടന്നു കയറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇന്ത്യ വളരെ ബുദ്ധിപരമായി കടന്നു കയറുകയാണെന്ന് പറയുന്നത് വിശദമായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഈ ജോഷി എന്ന് പറയുന്ന കക്ഷി ഇപ്പോഴും ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ തിങ്ക് ടാങ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ പുസ്തകം നിലനിൽക്കും. 2 പുസ്തകങ്ങളാണ്. ഒന്ന് ആ സമയത്ത് ആ യുദ്ധം നേരിട്ട് ഫീൽഡിൽ നിന്ന് നയിച്ച ജോഷി, മറ്റൊന്ന് ഇതിന് മുഴുവൻ നേതൃത്വം കൊടുത്ത കരസേനാ മേധാവി നരവനെ. ഒരു പുസ്തകം കാണാമറയത്താണ്, ഒരു പുസ്തകം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ചുരുക്കം ഇതാണ്, പാർലമെൻറ്റിൽ നിങ്ങൾ മറച്ചു പിടിച്ചാൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു, ഈ വിഷയം വീണ്ടും പുറത്തേക്ക് വന്നു. ഒന്നുകിൽ ഈ പുസ്തകം നിഷേധിക്കണം, കരസേനാ മേധാവി പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് സമാധാനം പറയണം. ഓഗസ്റ്റ് 30-ന് ഇന്ത്യയുടെ കരസേനാ മേധാവിയെ ബാക്കി എല്ലാവരും ഒറ്റയ്ക്കിട്ടിട്ട് ജോ ഠീക് സംചാവോ കരോ എന്ന് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് അയാളെ വിട്ടുകൊടുത്തത് എന്തിനാണെന്ന് സമാധാനം പറയണം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം. നരവനയിൽ നയതന്ത്രമോ എന്നാണ് ചോദ്യം. PR സുനിൽ കൂടി നമുക്ക് പങ്കുചേരുന്നു ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. PR സുനിൽ, ഇന്ന് ലോക്സഭയിൽ കണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പദ്ധതി പൊളിഞ്ഞു വീഴുന്നതല്ലേ നമ്മൾ കണ്ടത്? ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമായി രാഹുൽ ഉയർത്തിക്കൊണ്ടുവന്ന നരവനയുടെ ഓർമ്മക്കുറിപ്പിലെ ഉള്ളടക്കം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ ചർച്ച ചെയ്തില്ല, ശരി, പക്ഷേ രാജ്യം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതായത് എന്താണോ സർക്കാർ തടയാൻ ഉദ്ദേശിച്ചത്, അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അത് മാറി. നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ രാജ്യം നേരിട്ട ഏറ്റവും സങ്കീർണമായ ഒരു കാലത്ത് ആ പ്രതിസന്ധികളെ നേരിടാൻ ഒരു ഭരണ സംവിധാനം, ഒരു ജനാധിപത്യ ഭരണ സംവിധാനം പരാജയപ്പെട്ടിടത്ത് ആ ജനാധിപത്യ സംവിധാനത്തെ, ആ ജനാധിപത്യ രാജ്യത്തെ രക്ഷിക്കാനായി, സംരക്ഷിക്കാനായി ഒരു കരസേനാ മേധാവി എടുത്ത തീരുമാനത്തിന്റെ കഥയാണ് MM നരവനെ. കരസേനാ മേധാവിയായിരുന്ന MM നരവനെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കാരവൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജിമ്മി അതിന്റെ തുടക്കം ഒക്കെ തന്നെ പറഞ്ഞു. ആ ലേഖനം, അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് കാരവൻ പറയുന്നത്. അതായത് 2020 ഓഗസ്റ്റ് 31 നോർത്തേൺ കമാൻഡ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷി രാത്രി 8:15 ആവുമ്പോൾ അദ്ദേഹത്തിനൊരു കോൾ ലഭിക്കുകയാണ്. ചൈനീസ് പട്ടാളം 4 ടാങ്കുകളുമായി വലിയ പട്ടാള സംഘവുമായി ഇന്ത്യൻ മേഖലയിലേക്ക് നീങ്ങുന്നു എന്നാണ് അന്ന് നോർത്തേൺ കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കരസേനാ മേധാവിയായിരുന്ന MM നരവനെയെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയാണ്. MM നരവനെ ഉടൻ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായി സംസാരിക്കുന്നു, സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്തുമായി സംസാരിക്കുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിക്കുന്നു, ഒപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിക്കുന്നു. എന്തിനാണ് കൃത്യമായ ഒരു ഉത്തരവ്, എന്ത് ചെയ്യണം,
എന്താണ് സൈന്യം ചെയ്യേണ്ടത്, വാട്ട് ആർ മൈ ഓർഡേഴ്സ് എന്നാണ്, എനിക്കുള്ള ഉത്തരവ് എന്താണ് എന്നാണ് അദ്ദേഹം ഇവരോടൊക്കെ തന്നെ ചോദിച്ചത്. പക്ഷേ ഒരു മറുപടിയും കിട്ടിയില്ല. സമയം പിന്നെയും നീണ്ടുപോയി. 9:10 9:10 വീണ്ടും ഈ നോർത്തേൺ കമാൻഡിന്റെ കോൾ വരികയാണ്. ചൈനീസ് പട്ടാളം അടുത്തടുത്ത് വരികയാണ്. 1 കിലോമീറ്ററിൽ താഴെ ദൂരത്തിൽ എത്തി നിൽക്കുന്നു. എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരു ഗുരുതരമായ സ്ഥിതിയിൽ ആയിരുന്നു അന്ന് നോർത്തേൺ കമാൻഡർ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനായി ഒരു കരസേനാ മേധാവി വലിയ സമ്മർദ്ദത്തിലായ ഒരു കഥയാണ് നരവനെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മൈ പൊസിഷൻ വാസ് ക്രിട്ടിക്കൽ. നരവനെ റൈറ്റ്സ്, ഹി വാസ് കോട്ട് ബിറ്റ്വീൻ ദ കമാൻഡ് ഹു വാണ്ടഡ് ടു ഫയർ വിത്ത് ഓൾ പൊസിഷൻ മീൻസ് ആൻഡ് എ ഗവൺമെന്റ് കമ്മിറ്റി which had yet to give me a clear-cut executive order. അതായത് രണ്ട് സമ്മർദ്ദങ്ങൾക്കിടയിൽ പെട്ടുപോയ ഒരു കരസേനാ മേധാവിയുടെ ഒരു അനുഭവമാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. മണിക്കൂറുകൾ ഇങ്ങനെ പോവുകയാണ്. പ്രതിരോധ മന്ത്രി തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു, അദ്ദേഹം തിരിച്ചു വിളിച്ചേയില്ല. പിന്നീട് രാത്രി 10:30 ആയപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഫോൺ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹി ഹാഡ് സ്പോക്കൺ ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹൂസ് ഇൻസ്ട്രക്ഷൻ കൺസിസ്റ്റഡ് of a single sentence, Jo Ujit Sangho Vokaro, do whatever you deem appropriate. നിങ്ങൾക്ക് എന്താണോ ഉചിതമെന്ന് തോന്നുന്നത് അത് ചെയ്യൂ. അതായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഐ ഹാഡ് ബീൻ ഹാൻഡഡ് എ ഹോട്ട് പൊട്ടാറ്റോ എന്നാണ്. അദ്ദേഹം കടുത്ത പ്രതിസന്ധിയിലായിപ്പോയി. അതായത് ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ കരസേനയുടെ വാർ റൂമിൽ അദ്ദേഹം കടുത്ത പ്രതിസന്ധി നേരിട്ട ഒരു ഏകാന്തതയിലായ ഒറ്റപ്പെട്ടുപോയ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഒരു കരസേനാ മേധാവി പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ ഒരു ഭരണ നേതൃത്വം ഇത്രയും സങ്കീർണമായ ഒരു സമയത്ത് കൃത്യമായ ഒരു നിർദ്ദേശം നൽകേണ്ട സമയത്ത് ആ നിർദ്ദേശം നൽകാതിരുന്ന, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാതിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഒരു കരസേനാ മേധാവി വിശദീകരിക്കുന്നത്. അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, 1900 അതായത് ഗോയിങ് ടു വാർ, ഒരു യുദ്ധത്തിലേക്ക് പോയാലുള്ള സാഹചര്യം, അന്ന് കോവിഡ് അതിരൂക്ഷമായി രാജ്യമാകെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന ഒരു കാലമായിരുന്നു. ആ ഒരു കാലത്ത് ഒരു യുദ്ധം നടന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ ആഘാതമാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നാണ്. അപ്പോൾ ഒരു ഭരണ നേതൃത്വം തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം അന്നൊരു സൈനിക മേധാവിക്ക് ചിന്തിക്കേണ്ടി വന്നു എന്നതാണ്. അപ്പോൾ രാജ്യം കോവിഡിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. അതുപോലെ തന്നെ ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കാവുന്ന ആഘാതത്തെക്കുറിച്ച് അന്നൊന്നും ചിന്തിക്കാതെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്, നിങ്ങൾക്ക് ഉചിതമായതെന്താണോ അത് ചെയ്യൂ എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സൈനിക മേധാവിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു കഥയാണ്. പിന്നീട് അന്ന് സൈനിക മേധാവി അദ്ദേഹം എടുത്ത തീരുമാനം എന്നത് ചൈനീസ് പട്ടാളം വെടിവെക്കാതെ ഇന്ത്യൻ പട്ടാളം വെടിയുതിർക്കില്ല എന്നതായിരുന്നു. ഏതായാലും അങ്ങനെ അന്ന് ഇന്ത്യൻ ടാങ്കുകളൊക്കെ തന്നെ നിരത്തി നിർത്തി ചൈനീസ് പട്ടാളത്തിന്റെ വരവ് തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ മറികടന്ന ഒരു കഥയാണ്, ഒരു അനുഭവമാണ് എം നരവനെ ഈ പുസ്തകത്തിലൂടെ എഴുതി വെക്കുന്നത്, ഈ പുസ്തകത്തിൽ പറയുന്നത് എന്നാണ് കാരവൺ മാഗസിൻ പറയുന്നത്. 1999 കാർഗിൽ യുദ്ധസമയത്ത് അന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി കൃത്യമായ തീരുമാനമെടുത്തു എന്നുകൂടി അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ 1971 ബംഗ്ലാദേശിനെ വിമുക്തമാക്കിയ യുദ്ധത്തിലും ഇതുപോലെ കൃത്യമായ തീരുമാനം അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എടുത്തുവെന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് ഉന്നയിക്കാൻ ശ്രമിച്ച ഉടൻ തന്നെ നമ്മൾ കണ്ടതെന്താണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എഴുന്നേൽക്കുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേൽക്കുന്നു, രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു അംഗത്തിന് സഭയിൽ ഏതു വിഷയവും ഉന്നയിക്കാം. നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റി, അതിന്റെ ആധികാരികത ആ അംഗത്തിന് ഉറപ്പുണ്ടായിരിക്കണമെന്ന് മാത്രം. 1965 ഫെബ്രുവരി 22 CBI റിപ്പോർട്ട് PK ദേവ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര അംഗം പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അന്ന് സർക്കാർ അതിനെ ശക്തമായി എതിർത്തു. ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള CBI റിപ്പോർട്ട് എങ്ങനെയാണ് ഒരു അംഗത്തിന്റെ കയ്യിൽ വരിക? അന്ന് സ്പീക്കർ റൂളിംഗ് നൽകി, ഒരംഗത്തിന്
ഇങ്ങനെയൊരു റിപ്പോർട്ടിൽ കൃത്യമായി വിശ്വാസ്യതയുണ്ടെങ്കിൽ, അദ്ദേഹം അത് സർട്ടിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയം ഉന്നയിക്കാൻ ഒരംഗത്തിന് അവകാശമുണ്ട് എന്നതാണ് പറഞ്ഞത്. ഇന്ന് ഭരണപക്ഷം പ്രധാനമായും രാഹുൽ ഗാന്ധിയെ തടഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു ചട്ടം എന്നത് 349 എന്നാണ്. 349 പറയുന്നത്, അതായത് ഈ പത്രങ്ങളിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളോ സഭയുമായി ബന്ധപ്പെടാത്ത വിഷയമാണ് എങ്കിൽ അത് സഭയിൽ ഉന്നയിക്കാൻ പാടില്ല എന്നതാണ്. രാഹുൽ ഗാന്ധി പറയുന്ന വാദം എന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദിപ്രമേയ ചർച്ചയാണല്ലോ. ആഗോള വിഷയങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആഗോള വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തീർച്ചയായും ചൈനയെക്കുറിച്ചും പാകിസ്ഥാനെക്കുറിച്ചും സംസാരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ അത് അംഗീകരിക്കുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. രാഹുൽ ഗാന്ധി ചൈന എന്ന് പറയുമ്പോൾ വലിയ ശബ്ദത്തിൽ അതിനെ എതിർക്കുന്ന ഭരണപക്ഷത്തെയാണ് നമ്മളൊക്കെ തന്നെ കണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കില്ല, ചൈനയെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കില്ല. നമുക്കറിയാലോ, പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ സീസ് ഫയർ ഉണ്ടായി എന്നത് ആദ്യം പ്രഖ്യാപിക്കുന്ന ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിനുശേഷമാണ് വിദേശകാര്യ സെക്രട്ടറി ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പെഹൽഗാം ഭീകരാക്രമണം പാർലമെന്റ് ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതിനുശേഷം പാർലമെന്റ് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, പക്ഷേ സർക്കാർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഈ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. അപ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു വലിയ സങ്കീർണമായ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ, ആ ഒരു ജനാധിപത്യ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമുക്കറിയാലോ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സൈന്യമാണ് നമ്മുടെ എല്ലാ 3 സൈനിക വിഭാഗങ്ങളും. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ അവിടെ സൈനിക അട്ടിമറികൾ നടക്കുന്ന ചരിത്രം നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലും സൈന്യമാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഭരണ നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത്, ഒരു ജനാധിപത്യ സംവിധാനമാണ് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സൈന്യത്തെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണ്. തീർച്ചയായും ഇത് പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പാർലമെന്റിൽ വരേണ്ട ഒരു വിഷയമാണ്. അത് ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു എന്നതാണ്. അപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുകയാണ്. ആ ഭയപ്പെടൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. പക്ഷെ എന്താണോ പുറത്തു വരേണ്ട എന്ന് സർക്കാർ ആഗ്രഹിച്ചത് അത് കൃത്യമായി പുറത്തു വരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇനി കാരവൻ മാഗസിൻ ആളുകൾ കൂട്ടത്തോടെ വാങ്ങി വായിക്കും. നരവനെ എന്താണ് പറഞ്ഞത് അത് മുഴുവൻ ജനങ്ങൾ അറിയും. അപ്പോൾ വളരെ കൃത്യമായി എന്താണ് അവിടെ നടന്നത് എന്ന കഥ ഇപ്പോൾ ഈ കാരവൻ മാഗസിന്റെ ഈ ഒരു വിവാദത്തിലോടുകൂടി ഇപ്പോൾ രാജ്യം മുഴുവൻ, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത് തുറന്നു കാട്ടാനാണ് ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ശ്രമിച്ചത്. അത് പൊളിഞ്ഞു പോകുന്ന, അത് രാഹുൽ ഗാന്ധിയെ തടയാനുള്ള നീക്കത്തിലൂടെ എന്താണോ സർക്കാർ ലക്ഷ്യം വെച്ചത് അത് പൂർണ്ണമായി പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. താങ്ക് യു. വെൽക്കം ബാക്ക്. നരവനയിൽ നയതന്ത്രമോ എന്നാണ് ചോദ്യം. അങ്ങേയറ്റത്തെ പാളിപ്പോയ നയതന്ത്രമാണ് ഇന്ന് ലോക്സഭയിൽ നമ്മൾ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം എത്ര യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്? 5 യുദ്ധങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൽ 4 പാകിസ്ഥാനെതിരെ 1947-48, 1965, 1971, 1999 കാർഗിലിൽ. പിന്നീട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമൊക്കെ നമ്മൾ തിരിച്ചടിയാണ് കൊടുക്കുന്നത്. അതൊരു വലിയ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് പരിണമിച്ചിട്ടില്ല. പിന്നീടൊരു യുദ്ധം ചൈനയ്ക്കെതിരെയാണ്. അത് 1962. അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 3 യുദ്ധം, അതിൽ 2 പാകിസ്ഥാനെതിരെ വിജയിക്കുന്നു. ചൈനയ്ക്കെതിരെ നമുക്ക് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് ബംഗ്ലാദേശിനെ മുക്തമാക്കുന്ന മുജീബ് റഹ്മാനെതിരെ യാഹ്യ ഖാൻ നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണം. 4മത്തത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ 1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുമ്പോൾ, അഥവാ ഇന്ത്യക്കൊരു തീരുമാനമെടുക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അത് 1947-48 പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാവട്ടെ, 65 ആവട്ടെ, 71 71 കഥ നമ്മൾ ഇപ്പോഴും പാടി നടക്കുന്ന കഥയാണ്. എന്താണ് 71 യാഹ്യ ഖാൻ അന്ന് മുജീബ് റഹ്മാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 99% പിന്തുണയോടുകൂടി വിജയിച്ചു വരുമ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന്
അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുന്ന സമയത്ത് പലായനം ചെയ്തു വന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും മുക്തിവാഹിനി പോലെ അവിടെ പ്രതിരോധിച്ച് നിർത്താൻ ഒരു സേനയെ ഇന്ത്യ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. നോക്കുവന്നു, പാകിസ്ഥാനോടൊപ്പം ചൈന നിൽക്കുന്നു, അമേരിക്ക നിൽക്കുന്നു. നിക്സൺ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. ആ സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായൊരു നിലപാട് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നു, അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്ത അഭയാർത്ഥി പ്രവാഹമുണ്ട്, എന്ത് ചെയ്യണം? അന്ന് ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ ദുർഗാവാഹിനിയായി ഇന്ദിരാഗാന്ധി മാറുന്ന സന്ദർഭമായിരുന്നു അത്. നിക്സൺ സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന ധാരണയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് 7ാം കപ്പൽപ്പട അയക്കാൻ തീരുമാനിക്കുന്നു. പോയി പണി നോക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. 1971 ഡിസംബർ മാസം 3-ാം തീയതി പാകിസ്ഥാന്റെ ആർമി ഇന്ത്യയെ കയറി അടിക്കുമ്പോൾ അന്ന് ഓ ഗോഡ് താങ്ക് പാകിസ്ഥാൻ അറ്റാക്ഡ് ഇന്ത്യ, അതൊരു അവസരമായി കണ്ട് നമ്മൾ 11 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ആർമിയെ തുരത്തുക മാത്രമല്ല ചെയ്തത്, പാകിസ്ഥാനെ വെട്ടിപ്പിളർന്ന് 2 രാജ്യമാക്കി മാറ്റി കഷണമാക്കി കയ്യിൽ വെച്ച് കൊടുത്തു. ഇന്ത്യ പറയുന്നിടത്ത് പാകിസ്ഥാന് ഒടുവിൽ തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടാക്കി. 71-ൽ ആരാ തീരുമാനമെടുത്തത്? അന്ന് മനേക്ഷയുണ്ടല്ലോ. അന്ന് മിലിറ്ററി മാത്രമാണോ തീരുമാനമെടുത്തത്? അതിന് സ്ട്രോങ് ആയിരുന്നൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് 47-48-ൽ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ സർദാർ പട്ടേൽ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് അന്ന് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുന്നതിനും കാശ്മീരിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിനും കാരണമായി മിലിറ്ററി ആക്ഷന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അതായത് ഓരോ ഘട്ടത്തിലും അതിനു പിന്നിൽ ഒരു മിലിറ്ററി ഡിസിഷൻ ഉണ്ടെങ്കിൽ, ഒരു യുദ്ധപ്രഖ്യാപനമോ യുദ്ധത്തിന് സമാനമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ ഒരു മിലിറ്ററി ആക്ഷന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവും. അതാണ് ഇന്ത്യയുടെ കരുത്ത്, പാകിസ്ഥാൻ ഇല്ലാത്തതും. എന്നാൽ ഇവിടെ നോക്കൂ, നരവനെ കൊണ്ടുവരുന്ന ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിനെതിരെയുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചരിത്രമല്ല യഥാർത്ഥത്തിൽ 2019-2020 നടന്നത്. 2020 ആ ആക്രമണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നരവനെ തന്റെ പുസ്തകത്തിൽ. പക്ഷേ ആ പുസ്തകം ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. എന്നാൽ ഈ പുസ്തകം എഴുതുന്നത് പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 448 പേജുള്ള ഈ മനോജ് മുകുന്ദ് നരവനെ എന്ന നമ്മളുടെ മുൻ കരസേന മേധാവിയുടെ പുസ്തകം 2023-ൽ അന്ന് പരിശോധന തുടങ്ങിയതാണ് പ്രതിരോധ വകുപ്പ്. കാരണം കരസേന മേധാവിമാർ പുസ്തകം എഴുതിയാൽ അതിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് പ്രതിരോധ മന്ത്രാലയമാണ്. പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. അപ്രൂവൽ സ്റ്റേജിലാണ് എന്നാണ് ഓരോ നിഷേധിച്ചിട്ടുമില്ല. അതാണ് ഇതിലെ കൗതുകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഈ നരവനെ അഭിമുഖം നടത്തുമ്പോൾ പറയുന്നുണ്ട് അപ്രൂവൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി അതെല്ലാം പെൻഗ്വിൻ ബുക്സ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ പുസ്തകം ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ആ പുസ്തകത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗം ഇപ്പോൾ കാരവൻ മാഗസിൻ നരവനീസ് മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്ന ആർട്ടിക്കിളിൽ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിന്റെ വിവരമാണ് നേരത്തെ ജിമ്മിയും പിയാസുനിലും പറഞ്ഞത്. 2020 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയിലെ ആ തണുപ്പുള്ള രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ പറയുന്നില്ലേ, 8:15 കൂടി 4 ടാങ്കുകൾ ഈ നോർത്തേൺ കമാൻഡിന്റെ ഭാഗമായ റിച്ചിൻലായിൽ ഈസ്റ്റേൺ ലഡാക്കിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ തരിച്ചിരുന്നു പോയി താനെന്നാണ് പറയുന്നത്. ആരാണ് വിവരം അറിയിക്കുന്നത്? ലഫ്റ്റനന്റ് ജനറലായ യോഗേഷ് ജോഷി 8:15 ആർമി ചീഫിന് വിവരം കൊടുക്കുകയാണ്. 4 ടാങ്കുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നോർത്തേൺ കമാൻഡ് വഴി റിച്ചിൻല വഴി കടന്നു വരുന്നു. എന്തു ചെയ്യണം? ഓരോ അടി ഉയരത്തിലും നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജിക് പൊസിഷൻ. പാങ്കോങ് തടാകത്തിൻ്റെ താഴ്വരയിൽ ഈ ഗാൽവൻ വാലിയിൽ ദോക്ലാം റീജിയനിൽ ഇന്ത്യക്കൊരു സ്ട്രാറ്റജിക് പൊസിഷൻ ഉണ്ട്. നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. 4 ടാങ്കുകൾ വരുന്നത് വളരെ കൃത്യമായി ഇന്ത്യൻ ആർമി അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. ജൂൺ മാസം 19-20 തീയതികളിലാണ് തോന്നുന്നു ആ ഗാൽവനിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. മെയ് മാസത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ആ ഏറ്റുമുട്ടലിന് തുടർച്ചയായിട്ട് ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും കൂടുതൽ ശക്തമായ രീതിയിലുള്ള ചൈനീസ് സന്നാഹം ഉണ്ടാകുന്നു എന്ന് ഭയക്കുന്നു. നോക്കൂ, ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. ഒരു ഡിസിഷൻ വേണം. സെക്കൻഡുകൾക്കുള്ളിൽ, ഓരോ മിനിറ്റ് മുൻപേയും ഒരു ഡിസിഷൻ വന്നാൽ അത്രയും നല്ലത്. ആരെയൊക്കെ വിളിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ചു, ബിപിൻ റാവത്തിനെ വിളിച്ചു. തൊട്ട് മുകളിൽ അദ്ദേഹമാണ്. ബിപിൻ റാവത്തിനെ വിളിച്ചു, മറുപടിയില്ല. നേരെ 8:15 ആകുമ്പോഴേക്കും രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. രാജ്നാഥ് സിംഗ് അജിത് ഡോവലുമായും അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായും സംസാരിക്കുന്നു. ജയശങ്കറിനെ വിളിക്കുന്നുണ്ട്, വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരും മറുപടി നൽകാതിരിക്കുകയും ഏകദേശം 2-2.25 മണിക്കൂർ സമയം മുൾമുനയിൽ നിർത്തുകയും ചെയ്തു. അതിനുശേഷം വന്ന മറുപടിയാണ് നമ്മളെ സ്തബ്ധരാക്കി മാറ്റിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ജോ ഉചിത് സംജോ വോ കരോ, ഉചിതമായത് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ്. വാസ് ഇറ്റ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ? ഇതൊരു രാഷ്ട്രീയമായ തീരുമാനമാണോ?
ഉചിതമായത് ചെയ്യൂ എന്ന് ഒരു ആർമി ചീഫിനോട് പറയുന്നതാണോ പൊളിറ്റിക്കൽ ഡിസിഷൻ? അതിനുശേഷം അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. ഞാൻ തരിച്ചിരുന്നു പോയ അവസ്ഥ, കുറച്ച് ഹോട്ട് പൊട്ടറ്റോസ് കയ്യിൽ കിട്ടിയ അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ്. എന്തൊക്കെ ആലോചിക്കണം. യുദ്ധമുണ്ടായാൽ സപ്ലൈനെ തുടർന്ന് നിർത്താൻ പറ്റുമോ? കോവിഡ് കാലമാണ്, സാമ്പത്തിക പ്രതിസന്ധി ഇത് ബാധിക്കില്ലേ? പാകിസ്ഥാനോടൊപ്പം ചൈന ചേരാൻ പോവുകയല്ലേ? ചൈനയ്ക്കൊപ്പം പാകിസ്ഥാൻ ചേരാൻ പോവുകയല്ലേ? അന്താരാഷ്ട്ര സമ്മർദ്ദം, ഏതൊക്കെ രാജ്യങ്ങൾ നമുക്കൊപ്പം നിൽക്കും, ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കും, ഏതൊക്കെ രാജ്യങ്ങൾ ചൈനയ്ക്കൊപ്പം നിൽക്കും, എങ്ങനെയാണ് ഒരു പുതിയ റീജിയണൽ അലയൻസ് ഉണ്ടാവുക? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ അല്ലേ? എന്നിട്ട് എല്ലാ ഉത്തരവാദിത്വം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, ഐ ഹാഡ് ബീൻ ഹാൻഡഡ് എ ഹോട്ട് പൊട്ടറ്റോ വിത്ത് ദീസ് കാട്ട് എ blanche, the onus was now totally on me. I took a deep breath and sat silently for few minutes. ഞാൻ തരിച്ചിരുന്നു പോയി എന്നുള്ളതാണ്, നിശ്ചലനായിരുന്നു പോയി എന്നുള്ളതാണ്. ഇത് വെളിപ്പെടുത്തുന്നത് ഒരു കരസേനാ മേധാവിയാണെന്നേ. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, രാഷ്ട്രീയ തീരുമാനമായി ഒരു സംഘർഷ സമയത്ത് ഒരു തീരുമാനവും വന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, രാഷ്ട്രീയ നേതൃത്വം സന്ദിഗ്ധമായൊരു ഘട്ടത്തിൽ തീരുമാനമെടുക്കാതെ ഒഴിഞ്ഞു നിന്നു, ഇവേസീവായി. ഇത് ശരിയാണോ എന്നതാണ് ചോദിച്ചത്. ഇത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് യഥാർത്ഥത്തിൽ ചോദിപ്പിക്കുകയായിരുന്നു തേജസ്വി സൂര്യ ഇന്ന് ചോദിക്കുകയായിരുന്നു. തേജസ്വി സൂര്യ ഇന്ന് പാർലമെന്റിൽ ഇത് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ്. ഇരന്നു വാങ്ങിയ അടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത്. എന്നിട്ട് ഈ കാരവനിലെ ലേഖനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ റൂൾ 349 പ്രകാരം എന്താ റൂൾ 349(1) പറയുന്നത്? റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ഹൗസ്, എ മെമ്പർ ഷാൾ നോട്ട് റീഡ് എനി ബുക്ക്, ന്യൂസ്പേപ്പർ ഓർ ലെറ്റർ എക്സെപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദി ഹൗസ്. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് സഭയിലെ നടപടിയുമായി ബന്ധപ്പെട്ടതല്ലാത്തത് എന്നാണ് പറയുന്നത്. ഇത് സഭയുടെ നടപടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. സഭയിലെ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ? തേജസ്വി സൂര്യ കോൺഗ്രസിൻ്റെ കാലത്ത് 1965 നെഹ്റുവിൻ്റെ കാലത്ത് ചൈന പിടിച്ചത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഈ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണോ? അവിടെ നടന്നത് എന്താ? രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയല്ലേ? ആ നന്ദിപ്രമേയ ചർച്ചയിൽ ഇല്ലാത്തൊരു വിഷയം കൊണ്ടുവരുന്നത് തേജസ്വി സൂര്യയാണ്. തേജസ്വി സൂര്യ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി കാരവൻ കോട്ട് ചെയ്തുകൊണ്ട് നരവനെയുടെ പുസ്തകത്തെ അധികരിച്ച് നൽകാൻ ശ്രമിച്ചത്. അതിന് എല്ലാവരും കൂടി കടന്നാക്രമിക്കായിരുന്നു. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, കിരൺ റിജ്ജു. എന്നിട്ടും പലതവണ 2 മണിക്കൂറിനുള്ളിൽ 3 തവണയാണ് പ്രസംഗം തടസ്സപ്പെടുത്തി അഡ്ജേൺ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു വരാൻ പാടില്ല. അതായത് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന നെഞ്ചളവും ഈ രാജ്യസ്നേഹവും എല്ലാം വെറും പടമായിരുന്നു എന്നൊരു പക്ഷേ ഇത് പുറത്തു വന്നാലോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, ദേശസ്നേഹത്തിൻ്റെ കറൻസി ഒരു വലിയ രാഷ്ട്രീയ മൂല്യമുള്ള കറൻസിയാണെന്ന് തെളിയിച്ച സർക്കാർ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും OV വിജയനെ ഉദ്ധരിക്കാറുള്ളത്. എപ്പോഴെങ്കിലും രാജാവിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിർത്തിയിൽ വെടിമുഴങ്ങും എന്ന് പറയുന്നത് പോലെ ദേശസ്നേഹത്തിൻ്റെ മറവിൽ അധികാരം പിടിക്കുന്ന ഒരു വിഭാഗത്തിന് തങ്ങളുടെ ദേശസ്നേഹം വ്യാജമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തുമ്പോൾ അത് കണ്ടിരിക്കാൻ എങ്ങനെയാണ് സാധ്യമാവുക? അതുകൊണ്ടായിരുന്നില്ലേ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തേജസ്വി സൂര്യ എന്താ ചോദിച്ചത്? കോൺഗ്രസ് നേതാക്കളുടെ രാജ്യസ്നേഹം ഒന്ന് തെളിയിച്ചിട്ട് വരണം എന്നാണ് തേജസ്വി സൂര്യ പറഞ്ഞത്. തെളിയിക്കണോ? നെഹ്റു എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്? 3529 ദിവസം. ഗാന്ധി ജയിലിൽ കിടന്നതോ 2338 ദിവസം. ഓരോ കോൺഗ്രസ് നേതാവിനെയും നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ജയിലഴിക്കുള്ളിൽ 6-7 വർഷം തടവിന് വിധിക്കപ്പെട്ട്, കഠിന തടവിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരാണ് അവരിൽ പലരുടെയും ദേഹത്തേറ്റുവാങ്ങിയ മുറിവുകൾ, അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തൂക്കുമരങ്ങളിലേക്ക് നടന്നു കയറിപ്പോയ ഭഗത് സിംഗിനെ പോലെയുള്ള മനുഷ്യർ, ഇവരൊക്കെ ചേർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത്. അപ്പോഴുണ്ടായിരുന്നല്ലോ ഒരു ചങ്ങാതി സവർക്കർ, 4 മാപ്പും 5ാമത് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടിയിട്ട് അവരെ പുകഴ്ത്തുന്ന സത്യവാങ്മൂലവും കൊടുത്ത് പിതൃസഹജമായ കവാടങ്ങളിലൂടെ അല്ലാതെ ധൂർത്തനായ ഈ പുത്രൻ എവിടെയാണ് കടന്നു ചെല്ലാൻ കഴിയുക എന്ന് നാണം കെട്ടും മാപ്പ് പറഞ്ഞ ചരിത്രമല്ലേ ഈ പറയുന്ന തേജസ്വി സൂര്യയുടെ രാഷ്ട്രീയത്തിന് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ളൂ? അവരാണോ കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്, കോൺഗ്രസിനെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? അതുകൊണ്ട് അതെല്ലാം പൊളിഞ്ഞ് പാളീസായ കഥകളാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ലോക്സഭയിലെ സർക്കാരിൻ്റെ പ്രകടനം അതീവ ദയനീയമായിരുന്നു. പരിഭ്രാന്തിയോടുകൂടി സർക്കാർ ഇങ്ങനെ പാഞ്ഞു നടക്കുകയായിരുന്നു. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇത് ചട്ടത്തിലില്ല, ഇത് റൂളിലില്ല, ഇത് രാജ്യസ്നേഹമല്ല. എന്നിട്ട് വീണ്ടും കിരൺ റിജ്ജു പറയുന്നു, നിങ്ങൾ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. യു ആർ ഗോയിങ് ടു ബിലിറ്റിൽ ദ ഇന്ത്യൻ ആർമി. ആണോ? സൈന്യത്തെക്കുറിച്ചാണോ പറയുന്നത്? ഈ സൈന്യത്തെക്കുറിച്ച് ഈ സേനാ നായകൻ എത്രമാത്രം ബുദ്ധിമുട്ടേറിയാണ് ആ തീരുമാനമെടുത്തത്. വളരെ സ്ട്രാറ്റജിക്കലി അന്ന് അദ്ദേഹം എടുത്ത തീരുമാനമാണ് പിന്നീട് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാതെ പോയത്. ഈ പുസ്തകത്തിന് ഒരു ബ്ലബ് കൂടിയുണ്ട്. ആ ബ്ലബ് എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? VP മാലിക്കാണ്. ആരാണ് VP മാലിക്? കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ധീരസേനാ നായകനാണ്.
അദ്ദേഹമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ആ ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം ഇൻഫോർമേറ്റീവ് ആണ്, എക്സൈറ്റിംഗ് ആണ്, ഡീറ്റെയിൽഡ് ആൻഡ് കാൻഡിഡ് നേച്ചറിലാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ്. ആധികാരമല്ലാത്തവ വായിക്കരുത് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി അത് നരവനയുടെ മാത്രം മറുപടിയല്ല, VP മാലിക് എന്ന സേനാനായകൻ മറുപടി കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ സേനയുടെ 2 കരസേനാ മേധാവിമാർ സാക്ഷ്യപ്പെടുത്തിയ പുസ്തകം, ഒന്നൊരാൾ എഴുതുന്നു നരവനെ, മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തുന്നു VP മാലിക്. അത് പാർലമെന്റിൽ പറയുന്ന സമയത്ത് ആധികാരികമല്ലാത്ത ഗ്രന്ഥമായി മാറുന്നു. അത് അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും ഒരിക്കൽ ഇത് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 വർഷമായി നമ്മൾ അതിൻ്റെ കാത്തിരിപ്പിലാണ്. പുസ്തകം ഉടൻ പുറത്തിറങ്ങും. എന്തായാലും കാരമലിലെ ആ ലേഖനം സൂപ്പർ ഹിറ്റാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നരവനയിൽ നയതന്ത്രമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരുടെയും മറുപടി. Meet the editors.